നമസ്കാരം. ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാറളത്താണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ റീൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് നമ്മുടെ പുറകിൽ കാണുന്നതാണ് പ്ലാന്റ്. ഇത് സോപാനം ഫാമാണ്, കാറളത്താണത്. ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു ഫേമസ് ഫാമാണ്. ഇവിടെ നല്ല പശുക്കളും അതുപോലെ തന്നെ എരുമയും പോത്തും എല്ലാം ഇവിടെ കൃഷിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 1.5 ഏക്കറിലൊരു പറമ്പാണ്. ഞാൻ നിങ്ങളത് കാണിക്കാം. ഇതിവിടെ നമ്മൾ ചെയ്തിട്ടുള്ള FXD45-3 എന്ന് പറയുന്നൊരു മോഡലാണ്. ഏകദേശം ഒരു 10-12 പശുവിൻ്റെ ഇതും പ്ലസ് ഒരു 7 പശുകൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചാണകം ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ഫാം സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂട്ടന്മാരും എല്ലാവരും ഉണ്ട്. ഇതിലാണ് അവരെ ചാണകം കലക്കി ഒഴിക്കുന്നത്. ഇത് ഫീഡർ ടാങ്കാണ്. ഇതിൽ നിന്ന് നേരെ ഈ ഡൈജസ്റ്റർ, ഇത് മണ്ണിൻ്റെ അടിയിലാണ് ഡൈജസ്റ്റർ ഡൂം. ഇതിൽ ഡൈജസ്റ്റ് ചെയ്തിട്ട് ദഹിച്ച് വരുന്ന ഗ്യാസാണ് ഈ ലൈനിൽ കൂടെ അവിടെ ഗ്യാസായിട്ട് കിട്ടുന്നത്. ഇവിടെയും ലൈനുണ്ട്. അവിടെ ആളുടെ ഫാം ഹൗസാണ്, അവിടെയും കിച്ചണുണ്ട്, അവിടെയും ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലറി ടാങ്കാണ്. ഇതിൽ സ്ലറി നിറയും. ഇതിൽ നിന്നും ഡയറക്റ്റ് പമ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഈ സ്ലറി ഓവർഫ്ലോ ചെയ്ത് വരുന്ന ടാങ്കാണത്. ഇതിൽ നിന്നും ഡയറക്റ്റ് അവർക്ക് സ്ലറി പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമുകളിൽ ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ 20 വർഷമായി ഈ ഫിക്സഡ് പ്ലാനിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 12 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസാണ് കിട്ടുക. ഇവിടെ നമ്മൾ 2 ബർണേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലും 2 എക്സ്ട്രാ ബർണേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. 30 വർഷത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ഗ്യാസിന് ആവശ്യം വരുന്നില്ല. മനുഷ്യ വിസർജ്യത്തിൽ നിന്നും മൃഗവിസർജ്യത്തിൽ നിന്നും ഫുഡ് വേസ്റ്റിൽ നിന്നും നമുക്ക് മൊത്തത്തിൽ അഴുകി പോകുന്ന എന്ത് സാധനത്തിൽ നിന്നും നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ FRD ബയോമെക് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട്. സ്റ്റേ ട്യൂൺഡ്. അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ ചാനൽ. ഇതേപോലത്തെ എല്ലാ വിശേഷങ്ങളും ഞങ്ങളുടെ ചാനലിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.